നമസ്കാരം. ദർശന ടിവിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിരുന്ന് ഇപ്പോഴുള്ളത് തൃശ്ശൂർ ജില്ലയിൽ മാളയിലാണ്. മാള എന്നൊരു ദേശം നമുക്ക് മലയാളികൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ലാത്തൊരു പ്രദേശം കൂടിയാണ്. വിരുന്നിൻ്റെ ടീം ഇന്ന് ഇവിടെ എത്തിയത് എനിക്ക് തോന്നുന്നു 5 തലമുറകളായിട്ട് ഏകദേശം ഇപ്പോൾ 5ാമത്തെ തലമുറയിൽ എത്തി നിൽക്കുന്ന വലിയൊരു ആയുർവേദ തറവാടുണ്ട്. വലിയൊരു ആയുർവേദ തറവാടിൻ്റെ ഇപ്പോഴത്തെ കാരണവറായിട്ടുള്ള ഡോക്ടർ ഗിരീഷ് കുമാർ സാറിൻ്റെ അടുത്താണ്. ഇവിടെ എത്തിയത് തന്നെ ഏകദേശം 25-ൽ പരം വർഷമായി തൃശ്ശൂർ മാളയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ആയുർവേദ ഹോസ്പിറ്റലുണ്ട്. PT കുമാരൻ വൈദ്യർ മെമ്മോറിയൽ അശ്വിനി ആയുർവേദ ഹോസ്പിറ്റൽ. ഈ ഒരു ഹോസ്പിറ്റൽ തീർച്ചയായിട്ടും അനേകായിരങ്ങൾക്ക് ഒരു ആശ്രയ കേന്ദ്രമാണ്. ഇവിടെ എത്തിച്ചേരുന്ന രോഗികൾ അധികവും അവർ എന്ത് ബുദ്ധിമുട്ട് അനുഭവിച്ച് ഇവിടെ എത്തുന്നോ അതിനൊരു ശാശ്വത പരിഹാരം നേടിയിട്ടാണ് ഈ ഹോസ്പിറ്റലിൽ വിടുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ മാനേജിംഗ് ഡയറക്ടറും കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ആയുർവേദ ഡോക്ടറുമായിട്ടുള്ള ഡോക്ടർ ഗിരീഷ് കുമാർ സാറാണ് വിരുന്നിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ധന്യമാക്കുവാൻ നമ്മളോടൊപ്പം ഉള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനങ്ങൾ, പ്രത്യേകതകൾ, തുടക്കം, അതുപോലെ തന്നെ ഈ ഒരു പാരമ്പര്യമായി ഏകദേശം 5ാമത്തെ തലമുറയാണെന്ന് നമ്മൾ പറയുണ്ടായി. ഈ ഒരു ഇത്രയും തലമുറയുടെ ആദ്യകാല ഓർമ്മകളൊക്കെ നമുക്ക് പങ്കുവെക്കാം. വളരെ സ്നേഹത്തോടു കൂടി ആദരവോടുകൂടി തന്നെ സ്വാഗതം ചെയ്യാം ശ്രീ ഡോക്ടർ ഗിരീഷ് കുമാർ സാറിനെ വിരുന്നിലേക്ക്. സാർ നമസ്കാരം. നമസ്കാരം. സാർ, വളരെയധികം സന്തോഷം. കാരണം നമ്മളുടെ ഈ ഒരു പ്രോഗ്രാം ആയുർവേദത്തെ സ്നേഹിക്കുന്നവരും അതുപോലെ തന്നെ ആയുർവേദ ജീവിതമായിട്ട് മുന്നോട്ട് വരുന്നവരും പാരമ്പര്യമായിട്ട് ആയുർവേദത്തെ കാത്തു സൂക്ഷിച്ച് ഇപ്പോഴും അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടാതെ നിലനിർത്തിക്കൊണ്ടുവരുന്നവരുമായിട്ടുള്ള അനേകം ഗസ്റ്റുകൾ നമ്മുടെ ഈ പ്രോഗ്രാമിൽ അതിഥിയായിട്ട് എത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും താങ്കളുടെ സെൻറ്ററിലെത്തുമ്പോൾ അല്ലെങ്കിൽ താങ്കളുടെ ഒരു വീട്ടിലേക്ക് എത്തുമ്പോൾ ഞങ്ങൾക്കും വളരെയധികം സന്തോഷം. കാരണം 5ാമത്തെ തലമുറയാണ് ആയുർവേദത്തിൽ താങ്കളുടെ ജീവിതം. താങ്കളുടെ ഓർമ്മയിൽ ഇപ്പോൾ ആ ഒരു കാലഘട്ടത്തെ ഓർമ്മകളൊക്കെ താങ്കൾക്ക് പറഞ്ഞു കേട്ടുള്ള അറിവുകളുണ്ടെങ്കിൽ എങ്ങനെയായിരുന്നു താങ്കളുടെ ഈ ഒരു തറവാടിൻ്റെ തുടക്കം, അല്ലെങ്കിൽ ആയുർവേദ ജീവിതത്തിലേക്കുള്ള ഈ ഒരു തറവാടിൻ്റെ തുടക്കമൊക്കെ ഓർമ്മയുണ്ടോ? അല്ലെങ്കിൽ താങ്കളുടെ കാരണവന്മാർ ഇതിനെക്കുറിച്ച് താങ്കൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. എങ്ങനെയായിരുന്നു ഈ ഒരു ആയുർവേദ ജീവിതത്തിലേക്കുള്ള തുടക്കം? എൻ്റെ അച്ഛൻ കുമാരൻ വൈദ്യരായി. അച്ഛൻ മഞ്ഞപ്പിത്ത ചികിത്സയിലായിരുന്നു വളരെ ഫേമസ് ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ. മഞ്ഞപ്പിത്ത ചികിത്സ എന്ന് പറയുമ്പോൾ അന്ന് കാലത്ത് ഒരു ഏരിയയിലെ മഞ്ഞപ്പിത്തം പടർന്നു പിടിച്ചു കഴിഞ്ഞാൽ ആ കോളനി മുഴുവനും മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കും. അപ്പോൾ ഒരു ദിവസം അച്ഛൻ ഒരു 10, 100, 100 രോഗികളെയാണ് മഞ്ഞപ്പിത്തം ബാധിച്ചവരെ അന്ന് ചികിത്സിച്ചുകൊണ്ടിരുന്നത്. വളരെ അവശ്യ നിലയിലായിട്ടുള്ളവരെയും അതുപോലെ തന്നെ ആശുപത്രിയിൽ നിന്ന് മുടക്കിയവരെയൊക്കെ അച്ഛൻ ചികിത്സിച്ച് ഭേദപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അച്ഛനും മുത്തച്ഛന്മാരും ഒക്കെ തന്നെ വൈദ്യന്മാരായിരുന്നു. ഞാൻ 5ാമത്തെ തലമുറയിൽ. അച്ഛൻ്റെ അച്ഛൻ താവു വൈദ്യർ എന്ന് പറയും. അച്ഛൻ്റെ അച്ഛനെ ചെറിയ താവു വൈദ്യരെന്നും മുത്തച്ഛനെ വലിയ താവു വൈദ്യരായിരുന്നു. പിന്നെ അതിന് മുമ്പുള്ള ആള് ശംഖു വൈദ്യരെന്നാണ് അറിയപ്പെടുന്നത്. അച്ഛൻ ഇതുപോലെ തന്നെ അന്നത്തെ കാലത്ത് പനി ചികിത്സയിലായിരുന്നു അതിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ളത്. ഇപ്പോഴും എൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ 30 വർഷത്തിന് മുകളിലായെങ്കിൽ കൂടി ഇപ്പോഴും ഞങ്ങൾ അറിയപ്പെടുന്നത് തന്നെ കുമാരൻ വൈദ്യരുടെ മക്കൾ എന്ന് പറഞ്ഞാലാണ് ഞങ്ങൾ അറിയപ്പെടുക. അതെ, അത്രയ്ക്കും ഒരു ബ്രാൻഡ് നെയിം അദ്ദേഹം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ. എന്നുവെച്ചാൽ അത്ര അധികം മഞ്ഞപ്പിത്തം ഭയങ്കര ഗുരുതരമായിട്ടുള്ള സ്റ്റേജിലുള്ളവര് ഇപ്പോഴും നമ്മുടെ അടുത്ത് ചില പ്രായമായവരൊക്കെ വന്ന് നമ്മുടെ അടുത്ത് അനുഭവം പറയും. അന്ന് അച്ഛൻ്റെ അടുത്ത് വന്നിട്ടുള്ള കാര്യം, മരുന്നുകൾ കഴിച്ചിട്ടുള്ള കാര്യമൊക്കെ. അപ്പൊ നമ്മളിപ്പോ കൂടുതലായിട്ട് ചെയ്യുന്നത് ഇപ്പൊ അന്നത്തെ കാലത്തെ പോലെ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്ന ടൈപ്പ് മഞ്ഞപ്പിത്തം ഇപ്പൊ പൊതുവെ ഇല്ല. അന്ന് മഞ്ഞപ്പിത്തം എന്ന് പറയുമ്പോൾ ഒരു ഭീതിയോട് കാണുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇപ്പൊ നമുക്ക് കൂടുതലായിട്ട് വരുന്നത് മഞ്ഞപ്പിത്തം വരുന്നുണ്ട്. അത് പുറത്തൊക്കെ നോർത്തിലൊക്കെ പോയിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് മഞ്ഞപ്പിത്തം നമ്മുടെ കേരളത്തിൽ ഇപ്പൊ അങ്ങനെ പടർന്നു പിടിക്കുന്നത് വളരെ കുറവാണ്. എന്നാലും അപൂർവം പടർന്നു പിടിക്കുന്ന ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് ഉണ്ടാകുന്ന മഞ്ഞപ്പിത്തം വരുന്നുണ്ട്. അതുകൂടാതെ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ഒക്കെ ബാധിച്ചവരാണ് ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നത്. ഇത് കൂടാതെ ലിവർ സിറോസിസ് ആണ് ഇപ്പൊ നമ്മൾ കൂടുതലായിട്ട് സ്പെഷ്യലൈസ് ചെയ്ത് ചെയ്യുന്നത്. ഡോക്ടർ, അതുപോലെ തന്നെ
ഇവിടെ എത്തുന്ന രോഗികളിൽ ഇപ്പം അച്ഛൻ്റെ പേര് അതൊരു വലിയൊരു ബ്രാൻഡ് ആയി മാറി. കാരണം അദ്ദേഹത്തിന് ഇപ്പം ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ മഞ്ഞപ്പിത്ത ചികിത്സയ്ക്ക് എത്തുന്നവരെല്ലാം വളരെ സക്സസ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പാരമ്പര്യം ഡോക്ടർക്കും കിട്ടിക്കാണുമല്ലോ. നമ്മളുടെ പ്രധാനമായിട്ടും മഞ്ഞപ്പിത്ത ചികിത്സ, അതുപോലെ ലിവർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ ഹൈലൈറ്റ് ആയിട്ട് ചെയ്യുന്നത്, അതിനെക്കുറിച്ചൊന്ന് പറയൂ. ഇപ്പൊ നമ്മുടെ സാധാരണ പടർന്നു പിടിക്കുന്ന മഞ്ഞപ്പിത്തം പണ്ടത്തെ അപേക്ഷിച്ചിട്ട് കുറവാണ്. എന്നിരുന്നാൽ തന്നെയും ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് കൊണ്ടുള്ളതും പടർന്നു പിടിക്കുന്ന കുറച്ച് നമ്മൾ ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ വരുന്ന അവിടെ പഠിക്കാൻ പോയിട്ടുള്ള ചില കുട്ടികൾ അങ്ങനെയുള്ളവരൊക്കെ വരുന്നുണ്ട്. അത് കൂടാതെ മിക്കവാറും പേർക്ക് ഈ ഗൾഫിലൊക്കെ പോകാൻ നേരത്ത് മെഡിക്കൽ ഫിറ്റ്നസിന് ചെല്ലുമ്പോഴായിരിക്കും അവർക്ക് ഹെപ്പറ്റൈറ്റിസ് ബി അല്ലെങ്കിൽ സി ഉണ്ടെന്ന് അറിയും. തീർച്ചയായിട്ടും ഒരുപാട് കേസുകൾ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ അവര് അൺഫിറ്റ് ആക്കി വിടും. അപ്പൊ അവര് നമ്മുടെ അടുത്ത് ചികിത്സയ്ക്കായിട്ട് വിടും. അത് ക്രോണിക് ടൈപ്പ് ആണ്. ഇതല്ലാതെ തന്നെ അക്യൂട്ട് ടൈപ്പ് ആയിട്ടുള്ള ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും വരാറുണ്ട്. അതും മഞ്ഞപ്പിത്തത്തിൻ്റെതായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളോട് കൂടിയിട്ട് തന്നെയാണ് വരുന്നുണ്ടാവുക. അപ്പൊ ഈ രണ്ട് ടൈപ്പ് രോഗികളും നമ്മുടെ അടുത്ത് ചികിത്സയ്ക്ക് വരുന്നുണ്ട്. ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ഒക്കെ തന്നെ നമുക്ക് നെഗറ്റീവായിട്ടും കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണങ്ങളെ കുറിച്ച് പറയാം. നമ്മളിപ്പം ഇപ്പം ഡോക്ടർ പറഞ്ഞത് വളരെ ഒരു വിലപ്പെട്ട ഒരു അറിവാണ്. കാരണം ഒന്നുമില്ലാതെ ചിലപ്പം ഈ ടെസ്റ്റിനേക്ക് അവരൊരു മെഡിക്കലിന് വേണ്ടി ചെല്ലുമ്പോഴാണ് അവരുടെ റിപ്പോർട്ടിനകത്ത് ഈ ഒരു വിഷയമുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. അത് അല്ലാതെ നമ്മുടെ ജനങ്ങൾക്ക് ഇവർക്ക് ഇതിനൊക്കെ പോകുന്നതിന് മുമ്പ് ഇവരുടെ ഒരു ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ ഈ ഒരു വിഷയമുള്ളവർക്ക് കാണിക്കാറുണ്ടോ? അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള ലക്ഷണങ്ങളാണ് സാധാരണയായി ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ കാണിക്കാറുള്ളത്? അക്യൂട്ട് ടൈപ്പ് ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ആണെങ്കിൽ സാധാരണ നമ്മുടെ മുൻപുണ്ടായിരുന്ന മഞ്ഞപ്പിത്തത്തിന്റെ പോലെ തന്നെയുള്ള ലക്ഷണങ്ങളൊക്കെ കാണിക്കും. അവർക്ക് വിശപ്പ് കുറയുക, അതേപോലെ ഛർദി, പൊക്കാനം, ശാരീരികമായിട്ടുള്ള ബലക്കുറവ്, വേദനകൾ ഇതെല്ലാം കാണിക്കും. എന്നാൽ ഈ ക്രോണിക് ടൈപ്പില് പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും ഇല്ലാതെ തന്നെ ഇത് പോസിറ്റീവായിട്ട് കാണിക്കും. അതിന് നമ്മൾ ലാബിൽ ടെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ അത് അറിയുള്ളൂ. വേറെ സിംറ്റംസ് ഒന്നും ഉണ്ടാവില്ല, മറ്റുള്ള ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അല്ലാതെ മൂത്രം മഞ്ഞായി പോവുകയോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇവർക്ക് ഉണ്ടാവില്ല. ലാബിൽ ടെസ്റ്റ് ചെയ്യാൻ ചെല്ലുമ്പോഴായിരിക്കും കാണിക്കുന്നത്. ഇതല്ലെങ്കിൽ തന്നെ ഇതൊരു ക്രോണിക് ടൈപ്പ് ആയിട്ടുള്ള ചിലരില് ലിവറിൽ ട്യൂമർ അല്ലെങ്കിൽ ലിവർ സിറോസിസ് ഇങ്ങനത്തെ അസുഖങ്ങളായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ സമയം ആവുമ്പോൾ അവർക്ക് അതിൻ്റെതായിട്ടുള്ള സിംറ്റംസ് എല്ലാം കാണിച്ചു തുടങ്ങും. അതായത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ബിലിറൂബിന്റെ അളവ് കൂടിയിട്ടുണ്ടാവും, സിറോസിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കും. അപ്പൊ നമ്മൾ ആ സിറോസിസ് വന്നത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അതിന്റെ ഈ വൈറൽ മാർക്കേഴ്സ് എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് ഇത് പോസിറ്റീവായിട്ട് കാണുന്നത്. അപ്പോൾ അതിനൊക്കെ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് നമ്മുടെ സെന്റർ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ നമ്മുടെ അടുത്തുണ്ട്. ഓക്കെ. ഇപ്പോൾ നമ്മൾ ലിവർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് ശ്രദ്ധിക്കുക. ഇപ്പോൾ സാധാരണയായി മദ്യപിക്കുന്നവർക്കും മദ്യപിക്കാത്തവർക്കും ഒക്കെ ഈ ഫാറ്റി ലിവറിൻ്റെ അളവ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനെ എങ്ങനെ അത് നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ കഴിയും? അല്ലെങ്കിൽ ഈ ഫാറ്റി ലിവർ എന്നുള്ളൊരു വിഷയത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് അവർ ഏതൊക്കെ തരത്തിലുള്ള ഒരു ചര്യ പാലിച്ചാലാണ് നമുക്ക് അതിൽ നിന്ന് നമുക്കൊരു മുക്തി നേടാൻ സാധിക്കുക? ഇത് നല്ലൊരു ചോദ്യമാണ്. എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പോൾ അധികം ആളുകളിലും മദ്യപിക്കുന്നവരിലല്ല ഫാറ്റി ലിവറും ഈ നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസ് എന്ന് പറയും, അതാണ് കൂടുതലായിട്ട് കാണുന്നത്. സ്ത്രീകളിലൊക്കെ വളരെയധികം. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ ആയുർവേദ രീതിയാ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ആയുർവേദത്തില് ദിനചര്യ, ഋതുചര്യ എന്നൊക്കെ പറയുന്ന സ്വസ്ഥനായിട്ടിരിക്കാൻ വേണ്ടുന്ന ചില ചര്യകളൊക്കെ പറയുന്നുണ്ട്. ഇത് അനുഷ്ഠിക്കുന്ന ഒരാൾക്ക് ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. എന്നാൽ ഇന്നത്തെ നമ്മുടെ ഭക്ഷണ സംസ്കാരത്തില് വളരെയധികം വിരുദ്ധമായിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നുണ്ട്. വിരുദ്ധാഹാരങ്ങൾ എന്നാണ് അതിനെ പറയാ. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മള് പാലിന്റെ കൂടെ മറ്റു പാലിന്റെ തന്നെ ഉൽപ്പന്നങ്ങളായിട്ടുള്ള തൈരൊക്കെ കഴിക്കുന്നത് വിരുദ്ധമാണ്. ഇനിയിപ്പോ എല്ലാവരും കഴിക്കുന്ന ഒരു ഇതാണ് കോഴിയിറച്ചിന്റെ കൂടെ പാലിന്റെ ഉൽപ്പന്നങ്ങൾ കഴിക്കുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ബിരിയാണിയുടെ കൂടെ നമ്മൾ അത് വിരുദ്ധാഹാരമാണ്. ഈ ചിക്കൻ കറി വയ്ക്കുമ്പോൾ തന്നെ അതിൽ തൈരും പാലുൽപ്പന്നങ്ങളും ചേർക്കുന്നുണ്ട്, അത് വിരുദ്ധമാണ്. അപ്പൊ അങ്ങനെയുള്ള വിരുദ്ധാഹാരങ്ങളുടെ സ്ഥിരമായ ഉപയോഗം ഇങ്ങനത്തെ ഫാറ്റി ലിവർ, ലിവർ സിറോസ് ഒക്കെ ഉണ്ടാവാനുള്ള ഒരു പ്രധാന കാരണമാണ്. പിന്നെ നമ്മുടെ ലിപ്പിഡ്സിന്റെ ഈ കൊളസ്ട്രോളിന്റെ ഒക്കെ അത് കൊഴുപ്പിന്റെ ഒരു മെറ്റാബോളിസം ശരിക്കും നടക്കുന്നുണ്ടാവില്ല. കൊഴുപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുക, ശരീരത്തിന് വേണ്ടത്ര വ്യായാമം ഉണ്ടാവാതിരിക്കുക, ഇതൊക്കെ ലിവർ സിറോസിസ് ഉണ്ടാവാൻ, ഫാറ്റി ലിവർ ഉണ്ടാവാനുള്ള ഒരു കാരണമാണ്.
പ്രധാന കാരണം തന്നെയാണ്. പിന്നെ രാത്രിയിൽ വൈകി ഭക്ഷണം കഴിക്കുന്ന സംസ്കാരം. ഓക്കെ. മുമ്പൊക്കെ നമ്മുടെ പൂർവികരൊക്കെ തന്നെ വളരെ നേരത്തെ ഭക്ഷണം കഴിച്ച് നേരത്തെ കിടക്കുകയും നേരത്തെ എഴുന്നേക്കുകയും ചെയ്തിരുന്നവരാണ്. പക്ഷെ ഇപ്പോൾ തിരിച്ച് നമുക്ക് ഈ ലൈറ്റും ടി വിയും മൊബൈലൊക്കെ വന്നതോട് കൂടിയിട്ട് എല്ലാവരും രാത്രി 12 മണി 1 മണി വരെയൊക്കെ ഇരുന്നത് കണ്ടുകൊണ്ടിരിക്കുകയും വൈകി ഭക്ഷണം കഴിക്കുകയും വൈകി എഴുന്നേക്കുകയും ചെയ്യുന്ന സംസ്കാരമാണ്. അപ്പോൾ അതും ഈ ഫാറ്റ് ലിവർ ഡിസീസിൻ്റെ പ്രധാന ഘടകം തന്നെയാണ്. ഡോക്ടർ, അതുപോലെ ഇപ്പോൾ നമ്മൾ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ ആൽക്കഹോളിക് ഫാറ്റി ലിവർ, നമ്മൾ ഇതിൽ ഏതാണ് നമുക്ക് മനുഷ്യ ശരീരത്തിൽ അപകടകരമായിട്ടുള്ള ഒരു ഫാറ്റി ലിവർ ഏതാണ്? ആൽക്കഹോളിക് ആണോ അതോ നോൺ ആൽക്കഹോളിക് ആണോ? ഇവിടെ ചികിത്സയിൽ നമുക്ക് കൂടുതൽ ഇംപ്രൂവ്മെന്റ് കിട്ടുന്നത് നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസിലാണ്. ഓക്കെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രോഗി ഭയങ്കരമായിട്ടുള്ള സിവിയർ ആയിട്ടുള്ള ലക്ഷണങ്ങളോട് കൂടിയിട്ട് നമ്മുടെ അടുത്ത് വന്നുകൊണ്ടിരിക്കട്ടെ, ആൽക്കഹോളിക് ലിവർ ഡിസീസ്, നമ്മൾ ഇവരുടെ ചികിത്സയൊക്കെ ചെയ്ത് ഇവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറും. ബുദ്ധിമുട്ടുകളൊക്കെ മാറി കുറച്ച് നാൾ കഴിയുമ്പോൾ ഇവര് വീണ്ടും അത് വീട്ടുകാരും അറിയാതെയൊക്കെ വീണ്ടും കഴിച്ചു കൊടുക്കും. അപ്പൊ അത് വീണ്ടും കോംപ്ലിക്കേഷനിലേക്ക് പോകും. ഇപ്പൊ പൊതുവെ നോക്കുമ്പോൾ നമുക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസിനാണ്. വെരി ഗുഡ്. നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ഒരു ഫാറ്റി ലിവറിൻ്റെ ഓരോ ഗ്രേഡ് അനുസരിച്ചാണല്ലോ നമ്മൾ ട്രീറ്റ്മെൻറ്റ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഏത് ഗ്രേഡിലേക്ക് എത്തുമ്പം കൺഫേം ആയിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തേ പറ്റൂ എന്നുള്ള അവസ്ഥ ഏത് ഗ്രേഡിലാണ്? അല്ലെങ്കിൽ നമ്മൾ സ്കാനിൽ കൂടി ആയിരിക്കുമല്ലോ കൂടുതലായിട്ട് നമുക്ക് ഗ്രേഡ് ലെവൽ അറിയാൻ കഴിയുക. ഏത് ലെവൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൺഫേം ആണ് എന്ന് തീരുമാനിക്കുന്നത് ഏത് ലെവലാണ്? നമുക്കൊരാളുടെ അൾട്രാസൗണ്ട് സ്കാനിങ് എടുത്തു, ഫാറ്റി ലിവർ ഗ്രേഡ് 1 ആയിട്ടുള്ളൂ. അവരുടെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കി, SGPT, SUT, മറ്റ് പ്ലേറ്റ്ലെറ്റ് ഇതെല്ലാം നോർമലാണ്. ടെസ്റ്റ് ചെയ്യുമ്പോൾ ഫാറ്റി ലിവർ മാത്രമേ ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ മരുന്നില്ലാതെ തന്നെ അവരുടെ ഭക്ഷണ രീതികൾ കറക്റ്റ് ചെയ്തിട്ട് എക്സസൈസുകളെ കൊണ്ടൊക്കെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ സാധിക്കും. ഇനി ഇത് തന്നെ നമ്മൾ അൾട്രാസൗണ്ട് സ്കാനിങ്ങിൽ ഫാറ്റി ലിവർ ഗ്രേഡ് 1 അല്ലെങ്കിൽ ഗ്രേഡ് 2 ആയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നോക്കുമ്പോൾ SGOT, SGPT എന്നൊക്കെ പറയുന്ന ചില മാർക്കേഴ്സ് ഉണ്ട്, എൻസൈംസ് ആണ്. അത് കൂടുതലുണ്ടെന്നിരിക്കട്ടെ, അത് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ മരുന്ന് കൊടുത്തിട്ട് അതിനെ കുറച്ചുകൊണ്ട് വരിക. SGPT ഒക്കെ ഒരു നോർമൽ ലെവൽ ഒരു 90 അല്ലെങ്കിൽ ഒരു 80 മേഖലയിലൊക്കെ എത്തുന്നത് തന്നെ ഒരു വലിയ അതിൻ്റെ ഒരു നോർമൽ വരുന്നത് 40-50 റേഞ്ചിലാണ് നോർമൽ വരുന്നത്. നമുക്കൊരു എബവ് 100 ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അത് മരുന്ന് കൊടുക്കേണ്ടതായിട്ട് വരുന്നു. അതല്ലെങ്കിൽ തന്നെ അവർക്ക് ഒരു ഭക്ഷണമൊക്കെ കൺട്രോൾ ചെയ്ത് ഇത് ഇപ്പോൾ നമ്മുടെ ഒരു ഫാറ്റി ലിവറിന്റെ ഒരു മെയിൻ കാരണം നമ്മുടെ ജീവിതശൈലിയും അതുപോലെ നമ്മുടെ ഭക്ഷണത്തിന്റെ ശൈലിയും ഒക്കെ ആണെങ്കിൽ തന്നെയും വ്യായാമത്തിന്റെ ഒരു പ്രധാന ഘടകം ഈ ഒരു അസുഖത്തിന് പ്രധാന ഘടകം തന്നെയാണല്ലോ. കൃത്യമായിട്ടുള്ള എക്സസൈസ് ഇത് നമ്മളെ നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ സാധിക്കുന്നുണ്ടല്ലോ. കൃത്യമായിട്ടുള്ള വ്യായാമവും കൃത്യമായിട്ടുള്ള ഭക്ഷണ രീതിയും ഉണ്ടെങ്കിൽ ഇതിന് നല്ല രീതിയിൽ കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. സാർ, നമ്മളുടെ ലിവർ സംബന്ധമായിട്ടുള്ള ആ ഒരു വിഷയങ്ങളിൽ നിന്നും നമ്മൾ അല്പം മറ്റുള്ള ചികിത്സാ മേഖലയിലേക്ക് കിടക്കാം. PT കുമാരൻ വൈദ്യർ മെമ്മോറിയൽ, അശ്വിനി ആയുർവേദ ഹോസ്പിറ്റൽ, മറ്റുള്ള രോഗികൾ അല്ലെങ്കിൽ രോഗങ്ങൾക്കുള്ള ചികിത്സകൾ ഏതൊക്കെ തരത്തിലുള്ള, ഇതിപ്പോൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്തു എങ്കിൽ തന്നെയും മറ്റുള്ള ചികിത്സകൾ ഏതൊക്കെ തരത്തിലുള്ള രോഗികളാണ് നമ്മളിൽ അധികം എത്തുന്നത്? ഡോക്ടർ മറ്റുള്ള ഹൈലൈറ്റ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? മറ്റുള്ള ചികിത്സകളിൽ പ്രധാനപ്പെട്ടതൊന്നും മർമ്മ ചികിത്സയാണ്. അതിൽ പ്രധാനമായിട്ടുള്ളത് ഇപ്പോൾ അധികമുള്ളത് നടുവേദന, കഴുത്തുവേദന. ഇതിൻ്റെ ഡിസ്ക് പ്രൊലാപ്സ് വന്നിട്ട് കാലിലേക്കോ കയ്യിലേക്കുള്ള ഞരമ്പിൽ കംപ്രഷൻ വന്നിട്ടുണ്ടാകുന്ന വേദനകളാണ് ഇപ്പോൾ അധികം വരുന്നത്. അതായത് നമ്മളിവിടെ കിടത്തി ചികിത്സിക്കുന്ന രോഗികളിൽ 90% രോഗികളും ഇത്തരത്തിലുള്ള രോഗികൾ മർമ്മ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള. പിന്നെ നമ്മുടെ മറ്റൊരു സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത് കുട്ടികൾക്കുള്ള ഒരു സ്പെഷ്യൽ വിങ് നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് ഒരു ക്ലിനിക്ക് കൂടെ വേറെ എക്സ്ട്രാ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ മാറിയിട്ട് അവിടെ നമ്മൾ ചെയ്യുന്നത് ലേണിംഗ് ഡിസബിലിറ്റി, ADHD, ഓട്ടിസം, അങ്ങനെ അതുപോലെ തന്നെ മൊബൈൽ അഡിക്ഷൻ, കമ്പ്യൂട്ടർ അഡിക്ഷൻ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ക്ലിനിക്ക് തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ നമുക്ക് ഇതിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള 2 ഡോക്ടർമാരും വേറെയുണ്ട്, 5 സൈക്കോളജിസ്റ്റുകളും അവിടെ അനുഷ്ഠിക്കുന്നുണ്ട്. വെരി ഗുഡ്. ഡോക്ടർ, അതുപോലെ തന്നെ നമ്മളുടെ ഒരു പ്രധാന ഒരു കാര്യം
ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള, അല്ലെങ്കിൽ ഒരുപാട് ആയുർവേദത്തെക്കുറിച്ച് ഒരുപാട് പഠിക്കുകയും അല്ലെങ്കിൽ അതിൽ കൂടി തന്നെ യാത്ര ചെയ്ത് ഈ ഒരു വലിയൊരു വിജയത്തിൽ കൂടി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ആയുർവേദത്തിൻ്റെ ഒരു പ്രസക്തി, നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ ആയുർവേദത്തെ നമ്മൾ എത്രമാത്രം സ്നേഹിക്കണം, അല്ലെങ്കിൽ എത്രമാത്രം അത് നമ്മുടെ മനുഷ്യ ശരീരത്തിന് ഒരു പ്രധാന ഘടകമാണ്, എന്താണ് ഡോക്ടറുടെ അഭിപ്രായം നമ്മുടെ പ്രേക്ഷകരോടായിട്ട്? ആയുർവേദത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത് ഇപ്പൊ പലതരത്തിലുള്ള ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകൾ അങ്ങനെയുള്ളതൊക്കെ കൂടുതലാണ്. നോൺ കമ്മ്യൂണിക്കബിൾ ആയിട്ടുള്ള അസുഖങ്ങൾ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോ നമ്മളുടെ ശരീരം തന്നെ നമ്മൾ ശുദ്ധമാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ തന്നെ നമുക്ക് അസുഖങ്ങൾ ഇല്ലാതിരിക്കാനായിട്ട് സാധിക്കും. അതിന് ആയുർവേദം പറയുന്ന രീതിയാണ് ഒന്ന് ദിനചര്യ, രണ്ട് ഋതുചര്യ എന്ന് പറയുന്നത്. ദിനചര്യ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ ടോയ്ലറ്റിൽ പോകുന്നത് മുതൽ വൈകുന്നേരം രാത്രി കിടക്കുന്നത് വരെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് ദിനചര്യയിൽ വരുന്നത്. അപ്പൊ അതിന് നേരത്തെ ഞാൻ പറഞ്ഞ വിരുദ്ധാഹാരങ്ങൾ ഒഴിവാക്കുന്നത്, ചെയ്യാൻ പാടില്ലാത്തതുകൾ, അങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മള് പിടിച്ചു വെക്കാൻ പാടില്ലാത്ത വേഗങ്ങൾ, ചുമത്തുമ്പല്, അങ്ങനത്തേനൊന്നും നമ്മൾ പിടിച്ചു വെക്കാൻ പാടില്ല. അതുപോലെ നമ്മള് ധരിച്ചു വെക്കേണ്ട കുറെ സാധനങ്ങളുണ്ട്, ദേഷ്യം, ക്രോധം, അങ്ങനത്തെ കുറെ സാധനങ്ങൾ. അതെ. അപ്പോ നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ രീതിയിലും നമ്മളെ സുഖകരമാക്കുന്ന കാര്യങ്ങളാണ് ദിനചര്യയിൽ പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മളിപ്പോ ശ്രദ്ധിച്ചാൽ അറിയാം, പലർക്കും ഒരു കാലാവസ്ഥ മാറി അടുത്ത കാലാവസ്ഥ ആകുമ്പോഴേക്കും എല്ലാവർക്കും തുമ്മലും പനിയും ചുമയാണ്. അതിനൊരു പ്രധാന കാരണം നമ്മൾ എന്നും ഈ ഒരേ രീതിയാണ്, ഇന്ന് സാമ്പാറും ഇഡ്ഡലിയും തന്നെയാണെങ്കിൽ അത് തന്നെയായിരിക്കും നമ്മൾ സ്ഥിരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം. ആയുർവേദം പറയുന്നത് അങ്ങനെയല്ല. നമ്മൾ ഒരു ഇപ്പൊ വർഷക്കാലമാണെങ്കിൽ വർഷക്കാലം കഴിഞ്ഞ് അടുത്ത ഋതു ആകുമ്പോഴത്തേക്കും അതിനെ ഋതുസന്ധി എന്ന് പറയും. ആ ഋതുസന്ധിയിൽ നമ്മൾ അടുത്ത ഋതുവിലേക്കുള്ള ഭക്ഷണം കഴിച്ച് പരിചയപ്പെട്ട് തുടങ്ങണം. അങ്ങനെ നമ്മുടെ ഭക്ഷണവും വിഹാരവും ഒക്കെ അടുത്ത ഋതുവിലേക്കും കൂടി കണക്കാക്കിയിട്ടുള്ളത് ഋതുസന്ധിയിൽ തുടങ്ങി. ഓരോ ഋതുവിലും പറഞ്ഞിട്ടുള്ള ഋതുചര്യകൾ ആചരിച്ചു പോവുകയും ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടാവില്ല. ഡോക്ടറിൻ്റെ ഈ ഒരു സ്ഥാപനം PT കുമാരൻ വൈദ്യർ മെമ്മോറിയൽ അശ്വനി ആയുർവേദ ഹോസ്പിറ്റൽ, ഈ ഒരു സ്ഥാപനം ഈ ഒരു വളരെ സക്സസ്സോടുകൂടി മുന്നോട്ട് പോകുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിൻ്റെ വിജയവും നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ടും അതുപോലെ നമ്മുടെ സ്റ്റാഫുകളുടെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഒക്കെ തന്നെയാണ്. എങ്ങനെയാണ് കുടുംബത്തിൻ്റെ സപ്പോർട്ട് താങ്കളുടെ ഈ ഒരു ചികിത്സാ മേഖലയ്ക്ക് ലഭ്യമാകുന്നത്, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാഫുകളുടെ ആ ഒരു ആത്മാർത്ഥതയും എന്താണ് അവരെക്കുറിച്ച് പറയാനുള്ളത്? എന്റെ ഫാമിലി വൈഫ് ആയുർവേദ ഡോക്ടർ തന്നെയാണ്. അതിപ്പോ ഗവൺമെന്റ് സർവീസിൽ വർക്ക് ചെയ്യാണ്. അപ്പോ പല കാര്യങ്ങളിലും പല രോഗികളെ ചികിത്സിക്കുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് ആ ഒരു ഡിസ്കഷനൊക്കെ തീർച്ചയായിട്ടും അത് വലിയൊരു സംഭവം തന്നെയാണ് അല്ലേ. അപ്പൊ മൂത്ത മകള് BAMS തന്നെ പഠിക്കുകയാണ്. ഇപ്പോ 3ാമത്തെ വർഷം കഴിഞ്ഞു. അപ്പൊ നമ്മുടെ ഈ ഒരു പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ അടുത്ത വരവായിക്കൊണ്ടിരിക്കുന്നല്ലേ. ഓക്കെ. മകൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം അത് തന്നെ തിരഞ്ഞെടുക്കുമെന്ന് കരുതുന്നു. ഓക്കെ. അപ്പം നമ്മുടെ സ്റ്റാഫുകളെല്ലാം തന്നെ കുറെ വർഷം പഴക്കമുള്ള വളരെ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്ന സ്റ്റാഫുകളാണ്. കുറെ വർഷങ്ങളായിട്ട്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ടൊന്നും അവർക്ക് പറഞ്ഞു കൊടുത്ത് ചെയ്യേണ്ട കാര്യമില്ല. അവർക്ക് അവരുടെ ആ ഡ്യൂട്ടി അറിയാം, അതിനനുസരിച്ച് അവർ ചെയ്തോളൂ. ഓക്കെ. ഒരു പേഷ്യന്റ് തീരെ നടക്കാൻ പറ്റാത്ത ഒരാളാണ് വന്നിട്ടുള്ളത്. അവിടുന്ന് ആംബുലൻസിൽ വന്നിറങ്ങിയിട്ടുള്ളവരാണ്. നമ്മളൊന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യമില്ല. അവർ തന്നെ പോയി അവിടെ നിന്ന് വീഴ്ചയിൽ കൊണ്ടുവരുന്നു. ട്രീറ്റ്മെന്റുകളാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കേണ്ടതാണെന്ന് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം അറിയാം, എക്സ്പീരിയൻസ് ആയി. ഡോക്ടർ, ഇനി നമ്മുടെ ഒരു സെൻ്ററുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആയുർവേദ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഡോക്ടറിൻ്റെ മനസ്സിലുള്ള ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്താണ്, ഇനിയുള്ള ലക്ഷ്യം? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വിങ്. തീർച്ചയായും. അതെ. അപ്പൊ ഇവിടെ മാള ബ്ലോക്കിലെ ഒരു ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ, ഭിന്നശേഷിക്കാരായിട്ടുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള കൂട്ടായ്മയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനായിട്ട് ഉണ്ടാക്കിയത് ഇതാണ്. അതിന്റെ സെക്രട്ടറിയും ഞാനാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് മാള ബ്ലോക്കിലെ ഒരു ഗവൺമെന്റിന്റെ തന്നെ ഓട്ടിസം സെന്ററും വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ തന്നെ കുട്ടികൾക്ക് ഗവൺമെന്റ് സെക്ടർ ആയതുകൊണ്ടും കുറച്ച് സമയം കുട്ടികൾക്ക് ട്രെയിനിങ്ങിന് വേണ്ടി കിട്ടുന്നുണ്ട്. അപ്പൊ നേരത്തെ പറഞ്ഞ നമ്മുടെ 2ാമത്തെ ക്ലിനിക്കിൽ നമ്മൾ ഇതിനെ കുറച്ചും കൂടെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനുള്ള സംഭവങ്ങൾ അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള അവരെ കിടത്തി ചികിത്സിക്കാനുള്ള കുറച്ച് സൗകര്യങ്ങൾ. അപ്പൊ അത് നമ്മുടെ ഒരു ഫ്യൂച്ചർ പ്ലാൻ. അത് തീർച്ചയായിട്ടും
ഡോക്ടറിൻ്റെ പ്ലാനും അതുപോലെ തന്നെ ഡോക്ടറിൻ്റെ ഈ ഒരു ചികിത്സയും ഒക്കെ തന്നെ ഒരുപാട് ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഒരു ആശ്വാസമായി മാറട്ടെ എന്ന് ഞങ്ങളും ആത്മാർത്ഥമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്കളുടെ ഒരു വിലപ്പെട്ട സമയം ലോകമെമ്പാടുമുള്ള വിരുന്ന് പ്രേക്ഷകർക്ക് വേണ്ടി മാറ്റിവെച്ചതിന് ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം.